ഈ 88 ലക്ഷം രൂപ പിരിച്ചിട്ടും അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 10 വീടെങ്കിലും വെക്കാനുള്ള പണം അതുണ്ടല്ലോ. 10 വീടെങ്കിലും വെക്കാൻ. പിന്നെ കുറച്ചൊരു ഭൂമി കണ്ടെത്തുക എന്ന് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവിടെ വയനാട്ടിൽ ഭൂമി കണ്ടെത്താനായിട്ട് ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവിടുത്തെ വയനാട്ടിൽ നിന്നുള്ള MP പ്രിയങ്ക ഗാന്ധിയാണ്, അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വയനാട്ടിലൊരു 30 വീട് പണിത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനൊക്കെ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വയനാട് പോലുള്ള പ്രദേശത്ത് 30 വീട് യൂത്ത് കോൺഗ്രസിന് പണിത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് മാനേജ്മെൻറ്റ് പിഴവ് തന്നെയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ മാനേജ്മെൻറ്റ് പിഴവ് തന്നെയാണ്. കാരണം പണം വരാനായിട്ട് തൊട്ടടുത്ത കർണാടകയുടെ ഭരണം ആരുടെ കയ്യിലാണ്? കോൺഗ്രസിൻ്റെ കൈവശമാണ്. അപ്പോൾ കർണാടക സർക്കാർ വിചാരിച്ചാൽ, കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചാൽ വയനാട്ടിൽ 30 വീട് വെച്ച് കൊടുക്കാനാണോ ബുദ്ധിമുട്ട്? പക്ഷേ ഇത് വലിയൊരു നാണക്കേടിലേക്കാണ് യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കാൻ പോവുക.